ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒന്നാം വാർഷികം ആഘോഷിച്ച് താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങിയതിന്റെ ഒന്നാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. റിട്ടയർഡ് SP സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF കോഴിക്കോട് ജില്ല ഒന്നാം വാർഷികം ആഘോഷിച്ചു. മാങ്കാവ് ആഴ്ചവട്ടം GHS സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വളണ്ടിയർമാരുടെ വിവിധയിലും കലാപരിപാടികളും അരങ്ങേറി. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് NGO അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന താലൂക്ക് ദുരന്ത നിവാരണ സേന കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് തുടക്കം കുറിച്ചത്. ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് TDRF സംഘടിപ്പിച്ചത്. സമ്മേളന പ്രചരണാർത്ഥം മോക്ക് ഡ്രില്ലുകളും റോഡിലെ സൂചനാ ബോർഡുകളും ശുചീകരിച്ചു. ആഴ്ചവട്ടം GHSS നടന്ന പരിപാടിയിൽ ചീഫ് കോർഡിനേറ്റർ ഉമറലി ശിഹാബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് P. അഷ്റഫ് ഉപഹാര സമർപ്പണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി, വാവ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ 2024 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ പ്രദീപ് പാമ്പലത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്ക് ചായ വിതരണം ചെയ്ത അബൂക്ക വയനാടിനെയും കുടുംബത്തെയും ആദരിച്ചു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ സുരേഷ്, AK നൗമത്തുള്ള, ധർമ്മസ്വാമികൾ, അബ്ദുൽ സലാം യമാനി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത വളണ്ടിയർമാരായ റഹീം പെരുമണ്ണ, ഷെറീന പന്തീരങ്കാവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിന് മഠത്തിൽ അബ്ദുൽ അസീസ് സ്വാഗതവും നൌഷാദ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുതലും കൈത്താങ്ങും കോഴിക്കോട് താലൂക്ക് തല അദാലത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നു. പരിഗണിച്ച